ഇപ്പം മൊഴി കൊടുക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. ഇതിൽ ചെറിയൊരു പങ്ക് സുരേഷ് ഗോപി സാറിനും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ലെങ്കിൽ ഇത്രയും അവൾ വലിയ ആൾ കളിക്കത്തില്ലായിരുന്നു. എൻ്റെ പ്രതിത്വത്തെ അപമാനിച്ചതിന് അവൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഞാനൊരു ഇതില്ലാതെ സ്മൂത്തായിട്ട് എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോയിക്കൊണ്ടിരുന്ന സമയം. ആ സമയത്താണ് ആവശ്യമില്ലാതെ 35 ദിവസത്തെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ തുടങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് റിയാക്റ്റ് ചെയ്തത്. ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അല്ലാതുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പം സാറൊന്ന് കേൾക്കുന്നത് നല്ലതായത്. അതുപോലെ അവൾ പറയുന്ന പോലെ അരുണെ വിളിച്ചിട്ട് അവളെ ചെയ്ത് കളയുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എവിടാണേലും ഞാൻ പറയും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യട്ടെ അവൾ. അങ്ങനെ പറഞ്ഞ കാര്യം പറയാനേ എനിക്കറിയത്തുള്ളൂ. അവളെ പോലെ കള്ളത്തരം പറയാൻ എനിക്കറിയത്തില്ല. അത് വേറൊരു കാര്യം. കള്ളം പറഞ്ഞ് പഠിച്ചവർക്ക് ഇതുപോലെ കള്ളങ്ങൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ട്രെയിൻ കയറി ഞാൻ അങ്ങോട്ട് വെളുപ്പിനെയാകുമ്പോഴത്തേക്കും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അരുണിനോട്. അപ്പം ആ സമയം എൻ്റെ ഈ പ്രൂഫൊന്നുമില്ല ഇവൾ പറഞ്ഞതായിട്ടുള്ളത്. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞൊരു ഐഡിയ, ജസ്റ്റ് ഒന്ന് പ്രൊവോക്ക് ചെയ്യാനും. അതുപോലെ തന്നെ ഞാനൊന്ന് പ്രൊവോക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് എനിക്കിപ്പോൾ അവളുടെ വായിന്ന് തന്നെ എൻ്റെ അമ്മയോട് അവൾ ചോദിക്കുന്നു. അതിന് സ്വന്തമല്ലല്ലോ എന്നുള്ളൊരൊറ്റ വാക്ക്. അതും പോരെ, എൻ്റെ ഫോട്ടോയും ഉണ്ട് ആ ഇതിനകത്ത്. അത് പോരെ. ഇനിയാണ് ശരിക്കുമുള്ള നിയമയുദ്ധം തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും പറയുന്ന കേട്ട് മാറി ഒതുങ്ങിയിരുന്നു. ഇനിയിപ്പോൾ അതിനെന്നെ കിട്ടത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞതിന് ശരി, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുക തന്നെ. കാരണം എന്നെ മാത്രമല്ല, വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അച്ഛൻ ഏതാണെന്നറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് കളയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അത് എന്നെപ്പോലുള്ളവരെ കളിയാക്കുന്നതിന് തുല്യമാണ്. അതെങ്കിലും ആരെങ്കിലും എടുത്തൊന്ന് റിയാക്ഷൻ ചെയ്യുമോ? എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് റിയാക്ഷൻ ചെയ്യാനായിട്ട്? ഒരൊറ്റ ഒരെണ്ണം ഈ ഒരു കാര്യത്തിൽ എന്താ നിൽക്കാത്ത? അവളെ എന്താ എല്ലാവർക്കും പേടിയാണോ? അവളെല്ലാവരും പിടിച്ച് വിഴുങ്ങുമോ? പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് അത്ര വലിയ ആളൊന്നുമല്ല. അതും കോപ്പി പേസ്റ്റ് ഫോട്ടോയാണ് വരച്ചേക്കുന്നത്. അല്ലാതെ ജന്മന കിട്ടിയ സിദ്ധിയൊന്നും അല്ലല്ലോ അത്.